എല്ലാവർക്കും നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് വീണ്ടും സർജിക്കൽ സ്ട്രൈക്കിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹം മറ്റ് രാജ്യങ്ങളുടെ തീരുവ ഏർപ്പെടുത്തി ലോകത്തെ രാജ്യങ്ങളെ പേടിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പേടിപ്പിക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇന്ത്യയുമായിട്ടുള്ള വലിയ ബന്ധങ്ങളിലൊക്കെ വലിയ വിള്ളലുണ്ടാകുന്നു, റഷ്യയുമായുള്ള വിള്ളലുണ്ടാകുന്നു, ചൈനയുമായി വലിയ ഉടക്കിലാണ്. അങ്ങനെ വലിയ രൂപത്തിൽ പോകുമ്പോഴാണ് ഇപ്പോഴിതാ പുതിയൊരു തീരുമാനം അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതായത് എന്താണ് തീരുമാനം എന്ന് വെച്ചാൽ 5.5 കോടി ആളുകളെ നേരിട്ട് ബാധിക്കുന്നതാണ്. 1-2 ആളുകളല്ല, 5.5 കോടി ആളുകളെ നേരിട്ട് ബാധിക്കുന്ന, കാലാവധി കഴിഞ്ഞവരാകട്ടെ, തീവ്രവാദ ബന്ധമുള്ളവരാകട്ടെ, ക്രിമിനൽ കേസിൽപ്പെട്ടവരാകട്ടെ, വിസയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളവരായിക്കോട്ടെ, അവരെല്ലാം കയറിപ്പൊക്കോണം, ഒരാളെ പോലും അവിടെ നിർത്തുന്നില്ല എന്ന് പറഞ്ഞ് 5.5 കോടി ആളുകളെയാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. വളരെ കർശനമായ രീതിയിൽ കുടിയേറ്റം നിയന്ത്രിക്കാനാണ് ട്രംപിൻ്റെ നടപടി. എന്തായാലും കൊള്ളാം. ട്രംപ് ഇങ്ങനെ തുടങ്ങി അവിടെ ക്ലിയർ ചെയ്യുന്നു. അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ $10 കോടി തടഞ്ഞു വെച്ചു. പിന്നെ വിദേശ വിദ്യാർത്ഥികൾ ഒരാളും അവിടെ പോയി പഠിക്കേണ്ട കാര്യമില്ല, സർക്കാർ സംവിധാനത്തിൽ വിദേശികൾ വേണ്ട എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ചെയ്യുന്നതിനിടയിൽ ദിവസം ഒരു 10ഓളം വിമാനമെങ്കിലും ആളുകളെ ഇങ്ങനെ കയറ്റി അയക്കുന്നുണ്ട്. അവിടുത്തെ രാജ്യത്ത് നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു. അതിനിടയിലാണ് പുതിയ വിവാദം വന്നിരിക്കുന്നത്. വിവാദം എന്ന് പറഞ്ഞാൽ അവർക്കത് വിവാദമല്ല, നമ്മുടെ രാജ്യത്തിലൊക്കെയാണ് വിവാദം. പ്രത്യേകിച്ച് ഇന്ത്യക്കാരൊക്കെ, കേരളീയരടക്കമുള്ള ധാരാളം ആളുകൾ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ പുതിയ രൂപത്തിലാണിത് വന്നിരിക്കുന്നത്. എന്തായാലും 5.5 കോടി ആളുകളെ അവിടെ നിന്ന് കയറ്റിവിടാനുള്ള പുതിയ തീരുമാനം വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇന്ത്യക്കാരെയും അത് നന്നായി ബാധിക്കും. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചില വട്ടൻ തീരുമാനങ്ങൾ എടുക്കും. എന്തിനാണ് ഇങ്ങനെ തീരുമാനിക്കുകയെന്നറിയില്ല. ഇപ്പോൾ തീവ്രവാദ ബന്ധമുള്ളവരെയൊക്കെ പറഞ്ഞു വിടേണ്ടത് തന്നെയാണ്, രാജ്യത്ത് നിർത്താൻ പറ്റില്ല. പക്ഷേ അതിലൂടെ വിസയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നമുള്ളവർ, ജോബ് വിസയിൽ വന്നവർ, വിദ്യാർത്ഥി വിസയിൽ വന്നിട്ട് ജോബ് ട്രേസ് ചെയ്യുന്നവർ. കാരണം അമേരിക്ക പോലുള്ള വിദേശ രാജ്യങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഭയങ്കരമായ ഫീസാണ്. അവിടെ വലിയ ഫീസാണ്. ഇവിടെ 5 ലക്ഷം രൂപയ്ക്ക് പഠിക്കാൻ പറ്റുന്ന അവിടെ 50 ലക്ഷം രൂപയാവും. അപ്പോൾ എന്താ ചെയ്യുന്നത്? അവർ പാർട്ട് ടൈം ജോബ് കണ്ടെത്തും. അത് കഴിഞ്ഞ് 1 വർഷം, 2 വർഷം, 3 വർഷം, 5 വർഷം, ചിലപ്പോൾ സ്ഥിരം സെറ്റിൽമെൻ്റ് ഒക്കെ നടത്തി ആ പൈസ ഉണ്ടാക്കാം എന്നുള്ള ധാരണയിലാണ് മലയാളി പോകുന്നത്, ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള നിലയില്ല. പക്ഷേ അതിനെല്ലാം തടയിട്ടിരിക്കുകയാണ്. പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റത്തില്ല, ഫീസ് അടയ്ക്കാൻ പറ്റത്തില്ല. വലിയ പ്രതിസന്ധിയാണ് ഡൊണാൾഡ് ട്രംപ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് 79 വയസ്സാവുന്നു. അദ്ദേഹത്തിൻ്റെ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം, അദ്ദേഹം ഒരു വലിയ വ്യവസായിയാണ്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എല്ലാ കാര്യത്തിലും പണം കാണുന്നത് കൊണ്ട് തന്നെ ഒരു മാനുഷിക മുഖം പലപ്പോഴും ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുമാനങ്ങളിൽ ഇല്ല. വീണ്ടും ഡൊണാൾഡ് ട്രംപ് വീണ്ടും ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. അദ്ദേഹം അവിടെയുള്ള എല്ലാവരെയും, അനധികൃതമായി നിൽക്കുന്ന ഒരാളെപ്പോലും ആവശ്യമില്ല അമേരിക്കയ്ക്ക്, എല്ലാവരും കയറിപ്പോക്കണം എന്നുള്ള നിലയിലുള്ള വിപുലമായ പരിപാടികളാണ് ട്രംപ് ഏറ്റെടുത്തിരിക്കുന്നത്.